2842 ഉണ്ടെങ്കിൽ ഇത് ഒന്നുതന്നെയാണ്. രണ്ട് നമ്പറുകളും ഒന്നുതന്നെയാണ്. നിങ്ങൾക്ക് KA 3842 അല്ലെങ്കിൽ UC 3842 ഉണ്ടെങ്കിൽ ഒന്നുതന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ 3842 ഉപയോഗിക്കാം. ഇതാണ് ജനറിക് നമ്പർ. ഇനി കട്ട് മാർക്ക് പരിശോധിച്ച് സൂചിക അടയാളം ഉപയോഗിച്ച് അലൈൻ ചെയ്യുന്ന പിൻ 1 കാൽപ്പാടിൽ പിൻ ചെയ്യുക. ഈ IC ഇവിടെ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ബോർഡിൽ പിടിക്കുന്ന തരത്തിൽ ഒരു പിൻ ഞാൻ ഇവിടെ വളയ്ക്കും. ഐസോപ്രോപൈൽ ആൽക്കഹോൾ, ടെക്നിക്കൽ ആൽക്കഹോൾ, നേർത്തത് എന്നിവ ഉപയോഗിച്ച് സോളിഡിംഗ് ചെയ്ത ശേഷം സോളിഡിംഗ് ഏരിയയിൽ ഈ IC ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ പരിശോധിക്കാം. ഇത് സംശയാസ്പദമായ സ്ഥാനത്ത് ആയിരിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കത് പരിശോധിക്കാം. അതെ, കപ്പാസിറ്റർ. മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കുന്നതിന് മുമ്പ് കപ്പാസിറ്റർ ശരിയായി ഡിസ്ചാർജ് ചെയ്യുക. ചുവന്ന ലെഡ് പോസിറ്റീവായും കറുത്ത നിറത്തിൽ ഗ്രൗണ്ടിലേക്കും. ഇത് 36.8 മൈക്രോ ഫാരഡ് ആണ്. ഇത് 47 ആണ്. അതിനാൽ അതിന്റെ മൂല്യം കുറഞ്ഞു. 47 മൈക്രോ ഫാരഡ് ആയിരിക്കണം എന്നതിനാൽ ഞങ്ങൾ ഈ കപ്പാസിറ്റർ മാറ്റി സ്ഥാപിക്കും. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ചാർജ് ശരിയായി നിലനിർത്തില്ല. കൂടാതെ പവർ സപ്ലൈ ചാഞ്ചാട്ടത്തിലായിരിക്കും, കാരണം ഇത് VCC പിന്നിലെ വോൾട്ടേജ് നിലനിർത്തില്ല. എനിക്ക് ഈ കപ്പാസിറ്റർ 47 മൈക്രോ 50 വോൾട്ട് ഉണ്ട്. ഇത് ഡിസ്ചാർജ് ചെയ്ത് പരിശോധിക്കുക. അതെ, 45.5. ഇത് നല്ലതാണ്, കാരണം ഇത് 36 ആയിരുന്നു, പക്ഷേ ഇത് നല്ലതാണ്. ഈ റെക്ടിഫയർ നമുക്ക് പരിശോധിക്കാം. ഇതും കേടായിരിക്കുന്നു. ഇനി ഞാൻ ഈ ഡയോഡ് നീക്കം ചെയ്യും.